ഹായ് ഗായ്സ്, അങ്ങനെ ഇന്നലെ സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞൊരു സിനിമ കാണാൻ പോയി. അതിൻ്റെ രാത്രി ബ്ലോഗൊക്കെ നിങ്ങൾ കണ്ടിട്ട് വാ. പുതിയ വീഡിയോയിലേക്ക് നമ്മൾക്ക് എവിടേക്കാണ് പടം കണ്ടിട്ട് നമ്മൾ പറയാം അഭിപ്രായം. പടത്തിന് നല്ല അഭിപ്രായമുണ്ട്. വീശിപ്പൊക്കെ രാത്രി തന്നെ പോകണം. രാത്രി തന്നെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ നീയ താണ്ട ഇവിടെ ഇരിക്കുകയാണ്. നീയെ കിടന്ന് ഉറങ്ങോടി. ഇത് നമ്മൾ കാണാമോ? ബേസിനെ ഇഷ്ടമാണ്. അപ്പോൾ ശരി, അപ്പം പടത്തിൽ വേണ്ടിയിട്ട് വായിക്കി റിവ്യൂ പറയാം. എങ്ങനെ തിയേറ്ററിൽ പോയാലും ദിയ വരും. എന്തിനാണ് പറഞ്ഞത്? ഇതിനാണ് ദിയ മെയിനായിട്ട് പറഞ്ഞത്. എന്തിനാ നീ പറഞ്ഞത്? വാ വാ വാ. അല്ല, ഇതാണ് അവസ്ഥ. അതേ ഇതിലാണ് പൊരിതിന്. ഇതാ എന്നും വരും. സിനിമ കാണാൻ എൻ്റെ കൂടെ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയാലും വരില്ല. പൊരിതിന്നുകൊണ്ടിരിക്കും. അതിനാണ് ദിയ പറഞ്ഞത്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഉറങ്ങും മിക്കവാറും. അതിനാണ് ഓടി പറഞ്ഞത്. നോക്ക് കഴിച്ചത് ഉറക്കം ഇല്ലാത്ത ദിയ തിയേറ്ററിൽ വന്നിരുന്നത് വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പൊരി മൊത്തം തീർന്നിട്ട് ഇവിടെ ഇതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉറക്കമില്ലാതെ ഇതായിരിക്കണം. നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഉറക്കമില്ലേ സിനിമ കാണാൻ വന്ന്? പിന്നെ ആണെങ്കിൽ ബാക്കി രാത്രിയൊക്കെ ആയതുകൊണ്ട് സെക്കൻഡ് ഷോയും കഴിഞ്ഞ് പിന്നെ രാത്രി നല്ല ലേറ്റായി. അതുകൊണ്ട് ആ വീഡിയോ എടുക്കാൻ പറ്റില്ല. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു പടമാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടി നല്ലൊരു ജോണറിൽ ദൃശ്യം മൂവി പോലെ നമുക്ക് കണ്ടിരിക്കും. നല്ല സസ്പെൻസും ബേസിലിൻ്റെ വേറെ നല്ലൊരു വെറൈറ്റി ക്യാരക്ടറും നസ്രിയയും രണ്ടുപേരെ കോമ്പിനേഷനും വളരെ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് കണ്ടിരിക്കും. ബേസിൽ നസ്രിയ കോമ്പിനേഷൻ നല്ലൊരു പടമാണ്. നമുക്ക് തിയേറ്ററിൽ നമ്മളെ എൻഗേജ് ചെയ്ത് 2-2.5 മണിക്കൂർ എൻഗേജ് ചെയ്ത് ഇരുത്തുന്ന ഒരു പടമാണ്. ട്വിസ്റ്റുകളും ഉണ്ട്. നമ്മൾ വിചാരിക്കും പോലെയല്ല. ആദ്യമൊക്കെ കുറച്ച് ലാഗ് ഫീൽ ചെയ്തെങ്കിലും സെക്കൻഡ് പാർട്ടൊക്കെ വളരെ നന്നായിട്ട് തന്നെ നസ്രിയാണെങ്കിലും ബേസിലാണെങ്കിലും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ത്രില്ലർ എക്സ്പീരിയൻസ് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ അതുകൂടാതെ നമുക്ക് നല്ല മ്യൂസിക് ഉള്ളതുകൊണ്ട് നമുക്ക് എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ആദ്യം തൊട്ട് അവസാനം വരെ ഇരുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു പടമൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പോയി നല്ല തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി തന്നെയാണ്. കാണണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പടം തന്നെ കാണാൻ പറ്റും. ഇത് ദിയ വന്നതാ. എവിടെ പോണ്? ഇപ്പോഴും നല്ലൊരു ജോണറിൽ തന്നെയാണ് പോണത്. ദൃശ്യം പോലെയൊന്നുമല്ല, എന്നാലും നമുക്ക് കണ്ടിരുന്ന നല്ലൊരു മൂവി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇന്നലെ എന്ന് വെച്ചാൽ പിന്നെ നല്ല റിവ്യൂ ഒക്കെ കേട്ട് നല്ലൊരു റിവ്യൂ കണ്ടത് കൊണ്ട് പോയി രാത്രി തന്നെ സെക്കൻഡ് ഷോ ആയാലും കാണാമെന്ന് വിചാരിച്ചു. ഞാനൊക്കെ നല്ലൊരു ഫിലിം എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കെന്ന് വെച്ചാൽ നല്ല ഫിലിംസൊക്കെ പോയി കാണാനാണ്. ഫിലിംസ് നല്ല കാണണം എന്നുള്ളൊരു ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നല്ല പടങ്ങളൊക്കെ വന്നാൽ പോയി കാണും. ദിയ എല്ലായിടത്തും സിനിമ ഇഷ്ടപ്പെട്ടോ? പറഞ്ഞോളൂ. ഇഷ്ടപ്പെട്ടാ? ആണെങ്കിൽ ദിയ എല്ലാം ഉറങ്ങാതെ എന്നാൽ ഫുള്ള് കണ്ട്. പിന്നെ ദിയ മെയിനായിട്ട് വന്ന് പൊരി തിന്നാണത്. അല്ല സിനിമ ഒന്നും മനസ്സിലായില്ല. ഉറങ്ങിയില്ലല്ലോ. പകുതി ഉറങ്ങിയില്ല. അങ്ങ് ആ രീതിയിലാണ് കണ്ടത്. പറ, ഉറങ്ങിയെങ്കിൽ പറ. കണ്ടത് വരെ ഇഷ്ടപ്പെട്ടാ? പെട്ട് ഇനിയും വരുമോ? അങ്ങനെ ഉറങ്ങാതെ കണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഗൈസ്, നിങ്ങൾക്ക് നല്ലൊരു സിനിമയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാമെന്നുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് കാണും. ഈ വീക്കെൻഡിൽ പോയി നിങ്ങൾ കാണണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റിയ നല്ലൊരു ത്രില്ലർ മൂവിയാണ്. കണ്ട് നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ച് ട്വിസ്റ്റും എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നല്ലൊരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ പോയി കാണാവുന്നതാണ്. അത്രയ്ക്കും. അപ്പോൾ ഇതുപോലെയുള്ള നല്ല സിനിമകൾ വരുമ്പോൾ ഞങ്ങളുടെ എക്സ്പീരിയൻസ് റിവ്യൂ ആയിട്ടൊക്കെ വരാം. ചാച്ചാ, ബൈ ബൈ. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ചാച്ചാ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.